സ്നേഹരാഗം ഭാഗം 38. പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കീർത്തനയാണ് ശ്രീകുട്ടി. ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചേക്കേറുന്ന പക്ഷികൾ പോലെയാണ് താനെന്ന് കീർത്തനയ്ക്ക് തോന്നി. അവൾ എറണാകുളത്ത് നിന്നും പാലക്കാട്ടേക്ക് പോരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്. പ്രഭാവതി ഇങ്ങനെയൊക്കെയാവും തന്നോട് പെരുമാറുക എന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം അവൾക്ക് പുതുകാഴ്ചകളായിരുന്നു. കുറച്ചുനേരം മുന്നോട്ടോടിയ കാർ ഒരു ഇരുമ്പു ഗേറ്റിനു മുന്നിലായി നിന്നു. അർജുൻ കാറിൽ നിന്നും ഇറങ്ങി. ഗേറ്റ് തുറന്ന് കാർ അകത്തിട്ടു. കീർത്തന കാറിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒതുങ്ങിയ ഒരു വീട് അവൾക്ക് ഒറ്റക്കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി. ബാഗുകളെല്ലാം സിറ്റൗട്ടിലേക്ക് വെച്ചു. സിറ്റൗട്ടിലേക്ക് കയറി അർജുൻ വീടിൻ്റെ വാതിൽ തുറന്നു. കീർത്തന വലതുകാൽ വെച്ച് പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറി. അവൾ അകത്തേക്ക് കയറി എല്ലായിടവും ഒന്ന് പോയി കണ്ടു. നമ്മളിനി ഇവിടെയാണോ അമ്മേ താമസിക്കാൻ പോകുന്നത്? ശ്രീകുട്ടി ചോദിച്ചപ്പോൾ അതേ മോളെ എന്നവൾ ചിരിയോടെ പറഞ്ഞു. അർജുനാണ് വീട് വന്ന് നോക്കിയതും ഇത് മതി എന്ന് തീരുമാനിച്ചതുമെല്ലാം. കീർത്തന വന്നിരുന്നില്ല. അർജുന് ഇഷ്ടപ്പെട്ട വീട് അവൾക്കും ഇഷ്ടമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. വീട് എങ്ങനെയുണ്ട്? തനിക്കിഷ്ടമായോ? അർജുൻ ചോദിച്ചു. അർജുൻ്റെ സെലക്ഷൻ മോശാവില്ലാന്ന് എനിക്കറിയാലോ, അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്ക് അത്യാവശ്യ സാധനങ്ങളും പിന്നെ കുറച്ച് ഫർണിച്ചറും എല്ലാം വാങ്ങിക്കാനുണ്ട്. അതിന് രണ്ടുപേരും ഒരുമിച്ച് പോകാമെന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ വീടാണ് രഞ്ജിത്തിൻ്റേത്. അവനാണ് ഈ വീട് സംഘടിപ്പിച്ചു തന്നതെന്ന് അർജുൻ പറഞ്ഞു. അവൻ അഡ്വക്കേറ്റാണ്. കുട്ടികളായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. അർജുൻ പറഞ്ഞു. കീർത്തനയ്ക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ആ വീട്ടിൽ എത്തിയപ്പോൾ. അന്ന് അവർ പുറത്തു നിന്നും ഭക്ഷണം ഓർഡർ ചെയ്തു. നാളെ മുതൽ പാചകം തുടങ്ങണം. ഫർണിച്ചറും മറ്റും വാങ്ങിക്കാൻ രാവിലെ പോകാമല്ലേ? അർജുനോട് അവൾ ചോദിച്ചു. അങ്ങനെ തന്നെയാകാം എന്നവൻ സമ്മതിച്ചു. പിറ്റേ ദിവസം അവർ രണ്ടുപേരും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനായി ഇറങ്ങി. ഓരോന്നും സെലക്ട് ചെയ്ത് അവർ തിരികെ പോന്നു. ഫർണിച്ചർ എല്ലാം വീട്ടിലേക്ക് എത്തിക്കാമെന്ന് ഷോപ്പിൽ നിന്നും പറഞ്ഞിരുന്നു. അവർ തിരിച്ചെത്തിയപ്പോഴേക്കും ശ്രീകുട്ടി ആകെ ടയേർഡായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് എണീറ്റപ്പോഴേക്കും ശ്രീകുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവളെ ഉറക്കിയിട്ട് രണ്ടുപേരും ഹാളിൽ വന്നിരുന്നപ്പോൾ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഫർണിച്ചറെല്ലാം കൊണ്ടുവന്നതാണ്. സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നതിനിടയിലാണ് അഡ്വക്കേറ്റ് രഞ്ജിത്തും ഭാര്യയും വന്നത്. ഞാൻ സഹായിക്കണോ? രഞ്ജിത്ത് ചോദിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു വന്നു. വേണ്ട, നീ ഇരിക്ക്. അർജുൻ അത് മനഃപൂർവ്വം നിരസിച്ചെങ്കിലും രഞ്ജിത്തും കൂടി അവരെ സഹായിച്ചു. ഗായത്രി സ്കൂൾ ടീച്ചറാണ്. കീർത്തന ഗായത്രിയെ ഹാളിലേക്ക് ക്ഷണിച്ചു. ഫർണിച്ചറും മറ്റ് സാധനങ്ങളും ഇറക്കി വെച്ച ശേഷം വണ്ടിക്കൂലിയും കൊടുത്ത് അവരെ പറഞ്ഞയച്ച് അർജുനും രഞ്ജിത്തിനെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ചായ എടുക്കാം. രഞ്ജിത്തും കൂടി അകത്തേക്ക് കയറി വന്നപ്പോൾ കീർത്തന പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി. അവൾക്ക് പുറകെ ഗായത്രിയും എണീറ്റു. അവളുടെ പുറകെ പോയി. മോൾ ഉച്ചയ്ക്ക് ഉറങ്ങുംല്ലേ? ഗായത്രി കുശലം ചോദിച്ചു. ഉവ്വ്, ഇന്ന് പുറത്തൊക്കെ പോയി വന്നപ്പോൾ അവൾക്ക് നല്ല ക്ഷീണം. വേഗം ഉറങ്ങി. ചായയ്ക്ക് വെള്ളം വയ്ക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ചായ റെഡിയായപ്പോൾ അതുമായി കീർത്തനയും ബേക്കറി അടങ്ങിയ പ്ലേറ്റുമായി ഗായത്രിയും പിറകെ വന്നു. ചായ കുടിച്ച് ഇത്തിരി നേരമിരുന്ന് എല്ലാവരും സംസാരിച്ചു. അവർക്കിനിയും കുട്ടികളാകാത്തതിൻ്റെ എന്നും ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നെല്ലാം തുറന്നു ചോദിക്കണമെന്ന് കീർത്തനയ്ക്ക് തോന്നിയെങ്കിലും അവൾ മിണ്ടിയില്ല. അർജുൻ്റെ കുടുംബവുമായി നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് അവർ മടങ്ങിയത്. നന്ദനയ്ക്കിപ്പോൾ ക്ഷീണം കൂടുതലാണ്. ദിവസങ്ങൾ കഴിഞ്ഞു പോയത് ശരവേഗത്തിലായിരുന്നു. വലിയ വയറും വലിച്ച് അവൾ നടക്കുന്നത് കാണുമ്പോൾ നീതുവിന് പാവം തോന്നും. ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡേറ്റ് പറയുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നാളെയാണ് ഡോക്ടറെ കാണേണ്ട ദിവസം. കാലത്ത് പോയി ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. PVയും അന്നാണ്. എല്ലാം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അവൾ. ഹോസ്പിറ്റലിലെത്തി ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അടുത്ത ആഴ്ചയാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും വന്നതിൽ പിന്നെ അവൾക്കാകെ ഒരു ടെൻഷനായിരുന്നു. ചേച്ചിയുടെ കാലിലൊക്കെ നീര് വെച്ചിട്ടുണ്ടല്ലോ, നീതു പറഞ്ഞു. ശരിയാണ്, കുറേ നേരം ഇരിക്കാൻ അവൾക്ക് പറ്റില്ല. അപ്പോഴേക്കും കാലിൽ നീര് വരും. ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡ്രസ്സുകളും മറ്റും റെഡിയാക്കി വെച്ചിരുന്നു അവർ.
പ്രസവദിനത്തിനോട് അടുക്കുംതോറും നന്ദന കൂടുതൽ ക്ഷീണിതയായി കാണപ്പെട്ടു. ഹോസ്പിറ്റലിൽ പോകാൻ അനിത ദേവനോട് വണ്ടിയുമായി വരുമോ എന്ന് ചോദിച്ചിരുന്നു. മടിക്കാതെ അവൻ വരാം എന്ന് ഏൽക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാവിലെ കുളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി നിന്നു നന്ദന. ദേവനോട് വണ്ടിയുമായി വരാൻ പറയേണ്ട എന്നും വേറെ വണ്ടി വിളിച്ചു പോകാമെന്നും നന്ദന പറഞ്ഞിരുന്നെങ്കിലും എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാൽ ദേവനാകുമ്പോൾ തുറന്നു പറയാലോ എന്നാണ് അനിത വിചാരിച്ചിരുന്നത്. നേരത്തെ തന്നെ ദേവൻ കാറുമായി എത്തി. നന്ദനയും അനിതയും സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങി. നീതു അവരെ സഹായിക്കാൻ കൂടെ നിന്നു. അവൾക്കും ചേച്ചിക്ക് ഒരാപത്തും കൂടാതെ തിരിച്ചു വരണേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നന്ദനയോട് മുൻസീറ്റിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവളത് നിരസിച്ചില്ല. കാർ മുന്നോട്ട് നീങ്ങുന്നതും നോക്കി നീതു അവിടെ തന്നെ നിന്നു. ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് കടന്നു. അവരോട് ഡോക്ടറെ കാണാൻ നിൽക്കാതെ നേരെ ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. അവർ നേരെ ലേബർ റൂമിലേക്ക് ചെന്നു. കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ടുകളെല്ലാം അവിടെ ഏൽപ്പിച്ചു. അവളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അവൾ അനിതയെ ഒന്ന് നോക്കി. അനിത തലയനക്കി സമ്മതം മൂളി. ദേവനെ നോക്കിയപ്പോൾ അവൾക്ക് ഒരേ സമയം കരച്ചിലും സന്തോഷവും വന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ലേബർ റൂമിനകത്തേക്ക് കടന്നു. ഇനി എന്തെല്ലാമാണ് നന്ദനയുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.